ഈ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് കാർ വാങ്ങിയതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നു, പരിശോധന നടക്കുന്നു. പക്ഷേ ഈ വാഹനങ്ങൾ ആദ്യം എവിടെയാണ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തത്? ഹിമാചൽ പ്രദേശിലാണ് മിക്കവാറും വാഹനങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതും ഹിമാചൽ പ്രദേശിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഇത്രയധികം വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ട് എന്ന് ഇത്ര കാലം പരിശോധിച്ചിരുന്നില്ലേ? DRI ഇത്ര ലേറ്റ് ആയിട്ടാണോ ഇക്കാര്യം കണ്ടെത്തിയിട്ടുള്ളത് എന്നൊരു വിഷയമാണ്. ഇനിയിപ്പോൾ ഈ ഒരു നടൻ്റെ അമിത് ചക്കാലക്കലിൻ്റെ വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മധ്യപ്രദേശിലാണ്. അപ്പോൾ ഇത് ആദ്യം രജിസ്റ്റർ ചെയ്ത ഇടത്ത് എന്താണ് സംഭവിച്ചത്? അവിടെയാണല്ലോ ഈ ഫേക്ക് ഡോക്യുമെന്റ്സ് കൊടുത്ത് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത്. അതെന്തുകൊണ്ട് പരിശോധിക്കപ്പെടുന്നില്ല ഇനിയും എന്നുള്ളതൊരു പ്രശ്നമാണ്. ഉറപ്പായും സാറ് ഇപ്പോൾ ചോദിച്ചതാണ് ഈ ചർച്ചയിലെ ഏറ്റവും പ്രസക്തമായ ചോദ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് വാഹനം ഭൂട്ടാനിൽ നിന്ന് കടത്തിയതായാലും അല്ലെങ്കിൽ മറ്റേത് രാജ്യത്തു നിന്ന് കടത്തിയതായാലും അത് ആദ്യം രജിസ്റ്റർ ചെയ്ത സംസ്ഥാനം. അപ്പോൾ അവിടെ അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നിയമത്തിൻ്റെ എല്ലാ പഴുതുകളും അല്ലെങ്കിൽ നിയമത്തിൻ്റെ ശരിയായ നിയമമല്ലാതെ ഒരു സിസ്റ്റത്തിനെ ചൂഷണം ചെയ്തു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അത് ഏത് സംസ്ഥാനമാണെങ്കിലും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് അവർക്ക് വേണ്ടതെല്ലാം കൊടുത്താണ് ഈ ഒരു മാഫിയ അവിടെ അത് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് നമ്മൾ വളരെ വിശ്വസനീയമെന്ന് നമ്മൾ കരുതുന്ന വാഹൻ എന്ന നമ്മളുടെ രാജ്യത്തെ ആ ഒരു സൈറ്റിലോട്ട് ഇതിൻ്റെ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു. തുടർന്ന് അവിടെ നിന്നാണ് ഈ റാക്കറ്റ് ആരംഭിക്കുന്നത്. അത് മറ്റൊരു സംസ്ഥാനത്തേക്ക് രജിസ്റ്റർ ചെയ്തു. ഏറ്റവും അവസാനം അത് കേരളത്തിലേക്ക് എത്തി. കേരളത്തിലെ ഒരു ഫൈനലായിട്ടുള്ള ആ ഒരു ചെയിനിലെ ഉപഭോക്താക്കൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇന്ന് റെയ്ഡ് നടക്കുന്നു. പക്ഷേ ഇതൊരു പരമമായ സത്യമാണ്. ഈ ചെയിനിലെ റാക്കറ്റുകളുടെ ആദ്യം അത് തുടക്കം മുതൽ ഭൂട്ടാനിൽ ആ വാഹനം കണ്ടുപിടിക്കാനും അതിനെ ലേലത്തിൽ പിടിക്കാനും തുടർന്ന് അത് രജിസ്റ്റർ ചെയ്യാനും കാണിച്ച കുബുദ്ധികളാണ് ഇതിലെ ഈ റാക്കറ്റിലെ ഏറ്റവും പ്രസക്തരായവർ. അവരെയാണ് നമ്മൾ ആദ്യം ടാർഗറ്റ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അവിടെ ശ്രീ മനോജ് അത് എത്ര വലിയ തട്ടിപ്പാണ് എന്നാലോചിച്ച് നോക്കണം. ഇവിടെ ലേലം ചെയ്ത് ഭൂട്ടാനിൽ വിറ്റിരിക്കുന്ന ആർമിയുടെ വാഹനം ഉണ്ടല്ലോ, റോയൽ ഭൂട്ടാൻ ആർമിയുടെ വാഹനങ്ങൾ 3 ലക്ഷത്തിനും 4 ലക്ഷത്തിനും ഒക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. അത് 40, 50, 60 ലക്ഷത്തിനാണ് വിറ്റിട്ടുള്ളത് എന്ന് ആലോചിക്കണം. അപ്പോൾ ഒരൊറ്റ വിൽപ്പനയിൽ നേടിയിട്ടുള്ള കൊള്ള ലാഭം എത്രയാണെന്ന് നോക്കണം. ഈ വ്യാജമായി ഡോക്യുമെന്റ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് അതിനൊരു രജിസ്ട്രേഷൻ ഉണ്ടാക്കി കൊടുത്ത് ഒരു മൂന്നാമതൊരാളുടെ പൈസയുള്ള ഒരാളുടെ തലയിൽ ഇത് കെട്ടിയേൽപ്പിക്കുമ്പോൾ വലിയ വലിയ സാമ്പത്തിക കുറ്റകൃത്യമാണ് അവിടെ നടക്കുന്നത്. തീർച്ചയായും. അപ്പോൾ അതിൽ നമ്മൾക്ക് ഈ സപ്ലൈ ചെയിനിൻ്റെ ഒരു റൂട്ടും കൂടി നമുക്കൊന്ന് പരിശോധിക്കാനുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ നമ്മളൊരു വാഹനം അത് ഇപ്പോൾ നമ്മൾക്ക് തൽക്കാലം ഭൂട്ടാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തു എന്നുള്ള ആ ഒരു കാര്യം ഒന്ന് അല്പനേരം മാറ്റിവെക്കാം. ഇപ്പോൾ ഈ വാഹനം മറ്റൊരു സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത ഒരു വാഹനമായിട്ടൊന്ന് സങ്കല്പിക്കാം. അവിടെ നിന്നൊരു വാഹനം കേരളത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി കുറച്ച് നാൾ മുമ്പ് നമ്മൾക്ക് എന്തായിരുന്നു ഒരു സിസ്റ്റം? അവിടെ നിന്ന് വാഹനം നമ്മൾ ഓടിച്ചു കൊണ്ടുവരുന്നു. അത് കേരളത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ബ്രോക്കറോ അല്ലെങ്കിൽ ഒരു ഷോറൂമിൻ്റെ ഏജൻറ്റോ അത് ഓടിച്ചു കൊണ്ടുവന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു ഷോറൂമിലേക്ക് അത് ഡിസ്പ്ലേ ചെയ്യുന്നു. അതിനുശേഷം ഒരു ഉടമയെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഉടമയെ കണ്ടെത്തിയതിന് ശേഷം വീണ്ടും അവിടെ നിന്നൊരു NOC എടുക്കുന്നു, ഒരു വാഹന ഉടമ്പടി കരാർ എടുക്കുന്നു. തുടർന്ന് ഈ വാഹനം ആ ഒരു വ്യക്തിയുടെ പേരിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്നു. ഇതായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സിസ്റ്റം. ഈ സിസ്റ്റത്തിന് അതിൻ്റേതായ കുറച്ചധികം ലൂപ്പ് ഹോൾസ് ഉണ്ടായിരുന്നു. കാരണം ഈ വാഹനം ഓടിക്കുന്നതിൻ്റെ ഇടയിൽ ഫസ്റ്റ് വ്യക്തിയിൽ നിന്നും വാഹനം കൈമാറി കേരളത്തിലെ പുതിയ RC ഓണറെ കണ്ടെത്തുന്നത് വരെ ഈ വാഹനം ഓടിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാലോ അല്ലെങ്കിൽ ഈ വാഹനം മറ്റു ദേശദ്രോഹ പ്രവർത്തികൾക്ക് ഉപയോഗിച്ചാലോ ഇതിൻ്റെ റിസ്ക് ആരാണ് ഏറ്റെടുക്കുന്നത് എന്നുള്ളൊരു വലിയൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2025 ജനുവരി മുതൽ നമ്മൾ കുറച്ചും കൂടി ഓർഗനൈസർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു സപ്ലൈ ചെയിനിൽ ഉപയോഗിക്കുന്നത്. അതായത് വാഹനം അന്യ സംസ്ഥാനത്ത് നിന്നും കൊണ്ടുവരുമ്പോൾ കൃത്യമായ വാഹന അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ഷോറൂമുകൾക്ക്, അംഗീകൃതമായ സെക്കൻഡ് ഹാൻഡ് ഷോറൂമുകൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ അവിടെയും ചില പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അംഗീകൃതമായി ഒരു സെക്കൻഡ് ഹാൻഡ് ഷോറൂം നടത്തണമെന്നുണ്ടെങ്കിൽ നിലവിലെ ചട്ടപ്രകാരം
25,000 രൂപയോളം നമ്മൾ ഫീസ് കൊടുക്കണം, നമ്മൾക്കൊരു GST രജിസ്ട്രേഷൻ ഉണ്ടാവണം, നമ്മൾക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ഒരു ലൈസൻസ് ഉണ്ടാവണം. അതുമാത്രമല്ല ഒരു ഷോറൂമിന് വേണ്ട മിനിമം റിക്വയർമെൻറ്റ്സും നമുക്ക് ഉണ്ടാവണം. ഈ ഒരു 4 മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചാൽ മാത്രമേ നിലവിൽ ഒരു വാഹന ഷോറൂം, അതായത് സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾസിൻ്റെ ഒരു ഷോറൂം നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾസിൻ്റെ ഷോറൂം നടത്തിയാൽ എന്താണ് അതിൻ്റെ അതുകൊണ്ട് കസ്റ്റമേഴ്സിന് കിട്ടുന്ന, ഉപഭോക്താവിന് കിട്ടുന്ന ഉപകാരം അതും കൂടി നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ വാഹനം ഒരു വ്യക്തിയിൽ നിന്നും സെക്കൻഡ് ഹാൻഡ് ഷോറൂമിൻ്റെ പേരിലോട്ടാണ് ടെമ്പററി ആദ്യം രജിസ്റ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ മാറ്റപ്പെടുന്നത്. തുടർന്ന് സെക്കൻഡ് ഹാൻഡ് ഷോറൂംകാരനാണ് അല്ലെങ്കിൽ ഷോറൂം നടത്തുന്ന വ്യക്തി അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ഷോറൂമാണ് ഈ ഒരു വാഹനം അടുത്ത ഉപഭോക്താവിന്, അതായത് ഫൈനൽ എൻഡ് യൂസർക്ക് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ഈ സെക്കൻഡ് ഹാൻഡ് ഷോറൂം നടത്തുന്ന വ്യക്തികൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, ഇപ്പോൾ നിലവിൽ ആസ് ഓൺ ഡേറ്റ് ഈ സെക്കൻഡ് ഹാൻഡ് ഷോറൂം നടത്തുന്ന കേരളത്തിലെ യാതൊരു ഷോറൂം ഉടമകൾക്കും നിലവിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഒരു വാഹനം ടെമ്പററിയായി രജിസ്റ്റർ ചെയ്ത് കേരളത്തിലെ ഒരു ഉപഭോക്താവിന് കൊടുക്കാനായി വാഹൻ്റെ സിസ്റ്റം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു പരമായ സത്യം. അതായത് നിയമത്തിന് പഴുതടച്ച് വാഹന ഉപഭോക്താക്കളെ ഒരു പരിധി വരെ ഈ ചൂഷണങ്ങളിൽ നിന്നെല്ലാം ഒഴിവാക്കാൻ ഒരു സൈഡിൽ നിയമം പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പരിപൂർണമായ എല്ലാ പഴുതുകളും അടച്ചുള്ള ഒരു ഫൈനൽ പ്രൂഫ് അല്ലെങ്കിൽ ഒരു ഫൈനൽ ഒരു സംഗതി ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഹന ഉടമകളെ സംബന്ധിച്ച് ഒരു ഷോറൂമിൽ നിന്നും വാഹനം മേടിച്ചാലും നമ്മളിവിടെ വിശ്വാസം അത് എത്രമാത്രം കാത്തു സൂക്ഷിക്കുന്നു അല്ലെങ്കിൽ അവർ എത്രമാത്രം നമ്മളോട് നീതി പുലർത്തും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി ഇപ്പോഴും തുടരുന്നു.